എല്ലാവർക്കും ജോണിസ് പാർക്കിലേക്ക് സ്വാഗതം. നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റിൽ ഫ്രീ ആയിട്ട് നമുക്ക് കോയിൻസ് എങ്ങനെ ഏൺ ചെയ്യാമെന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. സോ അതിനായി നമ്മൾ ഹാംസ്റ്റർ കോമ്പാറ്റ് ഓൺ ചെയ്ത് ഇതാണ് ഹോം പേജ്. ഈ ഹോം പേജിൽ നിന്ന് നമുക്ക് ഡെയിലി റിവാർഡ് എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാം. അതിൽ നമുക്ക് വീഡിയോ കണ്ടില്ലേ, ടു ദ മൂൺ. നമുക്ക് ചില ദിവസങ്ങളിൽ ഇതേപോലെ വീഡിയോ വരും. വീഡിയോ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കാണുന്ന സമയത്ത് ജസ്റ്റ് പ്ലേ ചെയ്ത് പറ്റിയ ലൈക്ക് ചെയ്തിട്ട് ബാക്കിലോട്ട് ഇറങ്ങിയാൽ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. ഇത് വീഡിയോ കണ്ടതിന് ശേഷം 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾക്ക് ഈ കോയിന് കളക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഡെയിലി റിവാർഡിൽ കണ്ടോ, ഓരോ ദിവസം നമുക്ക് ഡേ 1 ഡേ 2 നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് 10 ദിവസം ആകുമ്പോൾ റീസെറ്റായി ഡേ 1 ഡേ 2 എന്ന് ആ രീതിയിൽ റീസൈക്കിൾ പോലെ വരും. അങ്ങനെ ഇതുവഴി കോയിന് ഓരോ ദിവസം കളക്ട് ചെയ്യാം നമുക്ക്. അതുപോലെ നമ്മൾ ഇതിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ ഹാംസ്റ്റർ കോമ്പാറ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഈ ജോയിൻ അവരുടെ ഡിജി ചാനലിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് 5000 കോയിൻസ് കിട്ടും. അതുപോലെ അവരുടെ എക്സ് അക്കൗണ്ടിൽ ജോയിൻ ആകുന്ന സമയത്ത് 5000 കോയിൻ കിട്ടും. പിന്നെ ചൂസ് യുവർ എക്സ്ചേഞ്ച്, അതായത് ചൂസ് യുവർ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഏറ്റവും ഈ പ്രോഫിറ്റ് പെർ അവർ ഇല്ലേ, അതിൻ്റെ അടുത്ത് ഈ ചൂസ് എക്സ്ചേഞ്ച് അല്ലേ, ഇത് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കോയിൻസ് കിട്ടും. പിന്നെ അതുപോലെ 3 ഫ്രണ്ട്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് 25K കിട്ടും. അത് കഴിഞ്ഞ് അടുത്തത് ഡെയിലി സൈബർ കോഡാണ്. ഡെയിലി സൈബർ കോഡ് 1 മില്യൺ നമുക്ക് ഡെയിലി കിട്ടും. അത് നമുക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് എൻ്റെ ഈ ചാനലിൽ തന്നെ ഞാൻ ഡെയിലി സൈബർ കോഡ് ഡെയിലി ഇടുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ഡെയിലി സൈബർ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കോയിന് കളക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അടുത്തത് ഡെയിലി കോംബോ ആണ്. ഡെയിലി കോംബോ നമ്മൾ ഈ കാർഡൊക്കെ അൺലോക്ക് ചെയ്യണം. ചില കാർഡ്സൊക്കെ അൺലോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഫ്രണ്ട്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യണം. മാക്സിമം അറ്റ്ലീസ്റ്റ് 9-10 ഫ്രണ്ട്സ് എങ്കിലും നമുക്കിതിൽ ജോയിൻ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കാർഡും അൺലോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ രീതിയിൽ ഡെയിലി കോംബോ നമ്മൾ കളക്ട് ചെയ്തും അതും എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞിപ്പം പുതുതായിട്ട് വന്നതാണ് മിനി ഗെയിം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഞാൻ ആൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഓപ്പൺ ആവാത്തത്. മിനി ഗെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഒരു കീ പോലെ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, അവിടെ കീ കളക്ഷനാണ്. അത് വരും ടൈമിൽ എന്തെങ്കിലും ഉപയോഗത്തിന് വേണ്ടിയായിരിക്കും. അത് മിനി ഗെയിം പസിൽ നമ്മൾ സോൾവ് ചെയ്യണം. അതിൻ്റെ ആ മിനി ഗെയിം ഓരോ ദിവസത്തെ മിനി ഗെയിം സോൾവും ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ പുതുതായിട്ട് ഈ താഴെയുള്ള ബാർ കണ്ടില്ലേ, നമുക്കതിൽ ഡെയിലി കിട്ടും. ഡെയിലി അതിൽ എത്രയാണ് നമുക്ക് മാക്സിമം ലിമിറ്റ് ഉള്ളത് അത്രയും കോയിൻ. ചിലർക്ക് 1 മണിക്കൂർ ആകുമ്പം ഇത് ഫില്ലാവും. ഇപ്പം 17 ആണെങ്കിൽ 1 മണിക്കൂർ ആകുമ്പോൾ നമുക്കിത് ഫില്ലാവും. ഇപ്പം അതിന് കുറവാണെങ്കിൽ ഒരു അരമണിക്കൂർ അങ്ങനെയൊക്കെ നമുക്ക് ഫില്ലാവുന്ന സമയത്ത് നമ്മളിതിൽ ടാപ്പ് ചെയ്ത് നമുക്ക് ആ കോയിൻസ് ഫുൾ എടുക്കാൻ പറ്റും. കണ്ടില്ലേ, ടാപ്പ് ചെയ്ത് അവിടെ റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് ലൈവ്. പിന്നെ അവിടെ നമ്മൾ ബൂസ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫുൾ എനർജി ബാർ, ഓരോ ദിവസം 6 ബാർ ഫില്ല് ചെയ്യാനുള്ള എനർജി നമുക്ക് കിട്ടും. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ ദിവസം ഒരിക്കൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഫുള്ളാക്കിയാൽ അടുത്ത 1 മണിക്കൂർ കഴിഞ്ഞായിരിക്കും അടുത്ത ബാർ വരുന്നത്. സോ അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിത് ബാർ ഫുള്ളാക്കി ഇവിടെ 0 ആക്കിയതിന് ശേഷം ഫുള്ളാക്കി അങ്ങനെ ഫ്രീ ആയിട്ട് കോയിൻസ് കിട്ടും. ഈ രീതിയിലൊക്കെയാണ് നമുക്ക് കോയിൻസ് കിട്ടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പുതുതായിട്ട് വന്നതാണ് ഈ ബൈ സ്കിന്ന്. ഇത് കോയിൻസ് കിട്ടുന്നതിൽ കോയിൻസ് കളയുന്നതാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടമുള്ളൊരിത് ചൂസ് ചെയ്താൽ മതി. കണ്ടില്ലേ, പല സ്കിന്നുകളുണ്ട്. കണ്ടില്ലേ, ഇത് ഒന്നാമത്തെ സ്കിന്ന്. ഇത് നമ്മുടെ രണ്ടാമത്തെ സ്കിന്ന് വേണമെങ്കിൽ 25 ലക്ഷം കൊടുക്കണം. 25 ലക്ഷം കൊടുത്താലേ നമുക്ക് ഈ സ്കിൻ അൺലോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കണ്ടില്ലേ, ഇതിലൊക്കെ പൈസ നമ്മൾ കോയിൻസ് ഇറക്കണം എങ്കിൽ ഈ സ്കിന്നൊക്കെ നല്ല സ്കിന്നുകളാണ്. ഇഷ്ടമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം, പൈസ ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതായത് പൈസ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കോയിൻസ് ആണ്, ഇതിലുള്ള കോയിൻസ് ആണ്, അല്ലാതെ റിയൽ മണിയല്ല. ഇതിലുള്ള കോയിൻസ് ആണ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ രീതിയിലൊക്കെയാണ് നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റിൽ നിന്ന് മണി, അതായത് ഈ കോയിൻസ് ഏൺ ചെയ്യുന്നത്. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഉണ്ടല്ലോ, നിങ്ങൾക്ക് പിന്നെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം. ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് നല്ല രീതിയിൽ കോയിൻസ് കിട്ടും. സോ ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. അങ്ങനെ മാക്സിമം നിങ്ങൾ ഓരോ ദിവസത്തെ കോയിൻസ് കളക്ട് ചെയ്യുക.